ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റോബസ്റ്റ പഴം കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു റോബസ്റ്റ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴം ആയതുകൊണ്ട് ഇത് ഓവറായിട്ട് അങ്ങ് വേവണ്ട. നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പഴമൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിൽ അരപ്പൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗൾ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഇതൊന്ന് ചൂടായാൽ മതി. ചൂടല്ലായാൽ ഇത് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചുവന്ന മുളകും ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റോബസ്റ്റ പഴം കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.